ഹലോ, ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബെർണോളിസ് തിയറത്തിന്റെ രണ്ട് ആപ്ലിക്കേഷൻസ് അല്ലേ. ബെർണോളിസ് തിയറം എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാ അല്ലേ. ഒരു ഇൻകംപ്രസിബിൾ നോൺ വിസ്കസ് ലിക്വിഡ് ഒരു ട്യൂബിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഏത് പോയിന്റിൽ നോക്കുകയാണെങ്കിലും അതിന്റെ ടോട്ടൽ എനർജി പെർ യൂണിറ്റ് മാസ് അല്ലെങ്കിൽ ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലേ. അതായത് പ്രഷർ എനർജി പെർ യൂണിറ്റ് മാസ് പ്ലസ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് മാസ് പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് മാസ് എന്ന് പറയുന്ന ടോട്ടൽ വാല്യൂ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ പ്രൂവ് ചെയ്തതാണ്. ഓക്കെ അല്ലേ. ഇനി നമ്മൾ അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ടോറസെല്ലീസ് തിയറം അല്ലേ, അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നോക്ക്, ഇതൊരു ബോട്ടിലാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, ചെറിയ ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. ഈ ബോട്ടിലിൽ ഇത്ര വരെ വെള്ളം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ കുറച്ച് ഓപ്പണിങ്ങുകൾ ഹോളുകൾ ഇട്ടിട്ടുണ്ട്. ഇതിൽ ഈ മേലത്തെ ഹോളിൽ കൂടെ വെള്ളം വലിയ സ്പീഡിലൊന്നുമല്ല ചാടുക. കുറച്ച് താഴത്തെ ഹോളിലാണെങ്കിൽ കുറച്ചുകൂടെ സ്പീഡിൽ ചാടും. കുറച്ചുകൂടെ താഴത്തെ ഹോളിലാണെങ്കിൽ കുറച്ചുകൂടെ സ്പീഡിൽ ചാടും. ഈ ലെവലിൽ നിന്ന് ഏറ്റവും താഴെയുള്ള ഈ ഹോളിൽ കൂടെ നല്ല സ്പീഡിലാണ് വെള്ളം ചാടുന്നത്. അപ്പൊ ഈ ലിക്വിഡിന്റെ സർഫസ് ലെയറിൽ നിന്ന് താഴേക്ക് പോകുന്ന സമയത്ത് ഇവിടെയുള്ള ഈ ഓപ്പണിങ്ങിലൂടെ ലിക്വിഡ് പുറത്തേക്ക് പോകുന്ന വെലോസിറ്റി ഇവിടുത്തെ ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് കൂടുന്നുണ്ട് അല്ലേ. അതെന്താണ്, എങ്ങനെയാണ് അത് വാല്യൂ എന്നുള്ളത് കണ്ടുപിടിക്കുന്ന ആ ലിക്വിഡ് എഫ്ലക്സ് വെലോസിറ്റി, ലിക്വിഡ് പുറത്തേക്ക് പോകുന്ന വെലോസിറ്റി അല്ലേ കണ്ടുപിടിക്കുന്ന തിയറമാണ് ടോറിസെല്ലീസ് തിയറം. അത് ബെർണോളിസ് തിയറം യൂസ് ചെയ്തിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. പക്ഷെ ടോറിസെല്ലി തിയറം ഓപ്പൺ ടാങ്കിലാണ്, നമ്മളിത് ക്ലോസ്ഡ് ടാങ്കിനെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഓപ്പൺ ആക്കാം. ഇത് നമുക്ക് ഒരു ക്ലോസ്ഡ് ടാങ്ക് ആണ് അല്ലെ. ക്ലോസ്ഡ് ടാങ്കിന്റെ ബേസിൽ നിന്ന് y2 ഹൈറ്റിലാണ് ഈ സർഫസ് ലെയർ ഉള്ളത്. അവിടെ P2 പ്രഷർ ആണുള്ളത്. അവിടുത്തെ ഏരിയ A2 നമുക്ക് ക്യാപിറ്റൽ A വലിയ ഏരിയ ഉള്ളത്. അവിടുത്തെ ലിക്വിഡിന്റെ വെലോസിറ്റി V2 നമുക്ക് എടുക്കാം. ഞാൻ അവിടെ 0 കൊടുത്തിട്ടുള്ളതിന്റെ കാരണം എന്താണെന്ന് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇനി ഈ ഗ്രൗണ്ടിൽ നിന്ന് ഇതാ ഇവിടെ ഒരു ഓപ്പണിംഗ് കണ്ടോ, ഈ ഓപ്പണിംഗിലേക്കുള്ള ഹൈറ്റ് y1 ആണ്. ഇവിടേക്ക് y2 ആണെങ്കിൽ ഇവിടുത്തെ ഹൈറ്റ് y1 ആണ്. ഇവിടെ P1 പ്രഷറാണ് ലിക്വിഡ് പുറത്തേക്ക് പോകുന്നത് അല്ലേ. അല്ലെങ്കിൽ ലിക്വിഡിന് ഇവിടെ കിട്ടുന്ന പ്രഷർ P1 ആണ്. ഇവിടുത്തെ ഏരിയ A1നെ സ്മോൾ എ എടുക്കാൻ കാരണം അവിടെ ചെറിയ ഓപ്പണിംഗ് ആണ്. ഈ സർഫസിലെ ലിക്വിഡിന്റെ ഏരിയയെ അപേക്ഷിച്ച് പറ്റ ചെറുതാണ്, നെഗ്ലിജിബിൾ ആണ്. അപ്പൊ ചെറിയ ഓപ്പണിംഗ് ആണ് അല്ലെ. അവിടെ ലിക്വിഡ് പുറത്തേക്ക് പോകുന്ന വെലോസിറ്റി നമുക്ക് V1 വിളിക്കാം, ഇസ് ഈക്വൽ ടു V എടുക്കാം അല്ലെ. അപ്പൊ ഇത് y1 ഹൈറ്റിലുള്ള ഒരു ഓപ്പണിംഗ് ആണ്. ഇവിടുത്തെ പ്രഷർ P1 ആണ്, ഇവിടുത്തെ ഏരിയ A1 ആണ്, ഇവിടുത്തെ ലിക്വിഡ് വെലോസിറ്റി V1 ഇസ് ഈക്വൽ ടു V ആണ് അല്ലെ. ഇനി ഇവിടുത്തെ y2 ഹൈറ്റിലാണ് ലിക്വിഡിന്റെ സർഫസ് ലെയർ, അവിടുത്തെ പ്രഷർ P2 ആണ്, ഏരിയ A2 ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ A ആണ്, വെലോസിറ്റി V2 ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്തായിരിക്കും ഈ സർഫസിൽ നിന്ന് h ഡെപ്ത് അല്ലെ. ഇത് y2 ഇത് y1 ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് y2 മൈനസ് y1 ഇസ് ഈക്വൽ ടു h എന്ന് പറയാം നമുക്ക്. ആ ഒരു ഡിസ്റ്റൻസ് താഴെ ഈ ഓപ്പണിംഗിലൂടെ ലിക്വിഡ് പുറത്തേക്ക് പോകുന്ന ഇതേമാതിരി വെലോസിറ്റി എത്രയാ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യാം. ഓക്കെ അല്ലേ. എന്താണ് P1 ബൈ റോ പ്ലസ് ഹാഫ് V1 സ്ക്വയർ പ്ലസ് G h അല്ല, ഇവിടെ ഹൈറ്റ് ആയതുകൊണ്ട് y1 അല്ലെ. അപ്പൊ ഇവിടുത്തത് ഈ ഡിസ്റ്റൻസ് y1 പ്ലസ് y1 ഇസ് ഈക്വൽ ടു P2 ബൈ റോ. റോ ഇതിന്റെ ഡെൻസിറ്റി അത് മാറുന്നില്ലല്ലോ. P2 ബൈ റോ പ്ലസ് ഹാഫ് V2 സ്ക്വയർ പ്ലസ് Gy2 അല്ലെ. ഇവിടുത്തെ ഹൈറ്റ് y2 ആയതുകൊണ്ട് Gy2. ഇതിൽ നോക്ക്, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അപ്ലൈ ചെയ്യാം. A1 V1 ഇസ് ഈക്വൽ ടു A2 V2 അല്ലെ. അപ്പൊ എന്താ V2 ഇസ് ഈക്വൽ ടു എന്താ വരിക, ഇതിനങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. A1 V1 ബൈ A2. ഇതിൽ A1 എന്ന് പറയുന്നത് എന്താ, സ്മോൾ a ആണ്. A2 എന്ന് പറയുന്നത് ക്യാപിറ്റൽ A ആണ്. V1 എന്ന് പറഞ്ഞാൽ V യും. നമുക്കറിയാം ഈ വാല്യൂ A സ്മോൾ ആണ്, ക്യാപിറ്റൽ A വളരെ വലുതാണ്. അപ്പൊ എന്താ സംഭവിക്കുക, ഡിനോമിനേറ്റർ വളരെ വലുതായതുകൊണ്ട് അത് ടെൻസ് ടു 0 അല്ലെ. 0 അടുത്തുള്ള വാല്യൂ. അപ്പൊ അതിന്റെ സ്ക്വയർ കാണുമ്പോൾ അത് 0 ആയിക്കോളും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടേമിനെ നെഗ്ലക്ട് ചെയ്യാം. ഇതിനെ, ഈ ടേമിനെ ഇക്വേഷനെ നെഗ്ലക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ കിട്ടുക, ഇതാ ഇതിനെ മാത്രം നമ്മളിവിടെ നിർത്തിയേ. ഇതാണ് നമുക്ക് വേണ്ടത്, V1 നമുക്ക് വേണ്ടത്, ഈ ഡെപ്തിലുള്ള ഈ വെലോസിറ്റി. അതിനെ മാത്രം ഞാൻ ഇവിടെ നിർത്തി. ഇതും P1 ബൈ റോ ഇങ്ങോട്ട് കൊണ്ടുപോയി, y1 ഇങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ ഹാഫ് V1 സ്ക്വയർ മാത്രം ഇവിടെ ഉണ്ട്. P2 ബൈ റോ ഇത് ഇങ്ങോട്ട് പോയാൽ മൈനസ് P1 ബൈ റോ അല്ലെ. G പ്ലസ് Gy2 ഇങ്ങോട്ട് പോയാൽ മൈനസ് Gy1 സോറി Gy1 അല്ലെ. Gy2 ഇവിടെ പ്ലസ് ആണ്, ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് Gy1. ഇതിൽ കോമൺ ടേംസ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇതെന്താ P2 മൈനസ് P1
മൊത്തം ബൈ റോ. ഇത് ജി ഇൻറ്റു y2 മൈനസ് y1 അല്ലേ? ഈ 2 കൊണ്ട് ഞാൻ ഇതിനെയും കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? v1 സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു p2 മൈനസ് p1 ബൈ റോ പ്ലസ് 2 ഇൻറ്റു g ഇൻറ്റു y2 മൈനസ് y1 അല്ലേ? y2 മൈനസ് y1 എന്ന് പറഞ്ഞാൽ h ആണെന്ന് നമുക്കറിയാം. അപ്പൊ v1 എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ റൂട്ടാണ്. v1 എന്ന് പറയുന്നത് നമ്മുടെ v സിമ്പിൾ റൂട്ട് ഓഫ് എന്താ വരിക? 2 ഇൻറ്റു p2 മൈനസ് p1 ബൈ റോ പ്ലസ് g 2gh. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ഇത് സാധാരണ ഒരു ക്ലോസ്ഡ് ടാങ്ക് ആണെങ്കിലുള്ള വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ ആണ്. പക്ഷെ ടോറിസലി തിയറം ഓപ്പൺ ടാങ്കിലാണ്. അതായത് ഇത് ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും അറ്റ്മോസ്ഫിയർ ആയിട്ടാണ് കോണ്ടാക്ട് ഉണ്ടാവുക, ഇവിടെ അറ്റ്മോസ്ഫിയർ ആയിട്ടാണ് കോണ്ടാക്ട് ഉണ്ടാവുക. അപ്പൊ പ്രഷറുകൾ രണ്ടും പി എ ആവും അല്ലേ? അപ്പൊ എന്താ സംഭവിക്കുക? p2 മൈനസ് p1 എന്നുള്ളത് pa മൈനസ് pa എന്നാകുമ്പോൾ 0 ആയി പോകും. അപ്പൊ ആ ഒരു ടേം ഉണ്ടാവില്ല ടോറിസലി തിയറത്തിന്റെ അല്ലേ? ഓപ്പൺ ടാങ്ക് കണ്ടീഷനിൽ എന്താ p1 v2 pa ആയതുകൊണ്ട് എന്താ p2 മൈനസ് p1 0. അപ്പൊ v ഈ ടേം പോയാൽ റൂട്ട് ഓഫ് 2gh. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്താ? ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ ആണ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടുന്ന് ഇങ്ങോട്ട് ഡെപ്ത് കൂടുന്തോറും അതിലൂടെ പുറത്തേക്ക് പോകുന്ന ലിക്വിഡിന്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, മനസ്സിലായി അല്ലേ? സോ ഇത് ബെർണോളിസ് തിയറത്തിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്, ടോറിസലി തിയറം. അടുത്തത് നമുക്ക് വെഞ്ചുറി മീറ്റർ ഡിസ്കസ് ചെയ്യാം അല്ലേ? ഇതൊരു എന്താണ്? ബെർണോളിസ് തിയറത്തിന്റെ അടുത്തൊരു ആപ്ലിക്കേഷൻ ആണ്. ഇതൊരു ട്യൂബാണ്. ആ ട്യൂബിന്റെ ഇടയിൽ ഇത് കണ്ടോ ഒരു ചെറിയ ഏരിയ ഉള്ള ഭാഗമുണ്ട്, അതായത് ഏരിയ കുറഞ്ഞ ഒരു ഭാഗമുണ്ട്. അത് നമുക്ക് ഈ ട്യൂബിന്റെ ത്രോട്ട് എന്ന് വിളിക്കാം അല്ലേ? അപ്പൊ ആ ത്രോട്ടിന്റെ ഇവിടുത്തെ പ്രഷറിനെ നമുക്ക് ഏരിയനെ A2 എന്ന് വിളിക്കാം, പ്രഷറിനെ P2 എന്ന് വിളിക്കാം. ഇതുകൂടെ ലിക്വിഡ് പോകുന്ന വെലോസിറ്റിനെ V2 എന്ന് വിളിക്കാം. ലിക്വിഡ് ഫ്ലോ റേറ്റ് മെഷർ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് വെഞ്ചുറി മീറ്റർ അല്ലേ? അപ്പൊ ഇവിടുത്തെ ഈ ഓപ്പണിംഗ് നോക്കുന്നത് കുറച്ചുകൂടെ വലിയ ഏരിയ അല്ലേ? അവിടുത്തെ ഏരിയനെ A1 എന്ന് വിളിക്കാം. ഇവിടെ ലിക്വിഡ് ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്ന വെലോസിറ്റിനെ V1 എന്ന് വിളിക്കാം. ഇവിടുത്തെ ലിക്വിഡിന്റെ ഉള്ളിലേക്ക് തള്ളി പോകുന്ന പ്രഷറിനെ P1 എന്ന് വിളിക്കാം. ഇപ്പൊ ഡെൻസിറ്റി മാറില്ല, റോ ആണ്. പിന്നെ ഒരു ഗ്രൗണ്ട് ലെവൽ എടുക്കുന്നതായിരിക്കും. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് നമ്മളൊരു എന്താ പറയാ, ഇതിന്റെ ആവറേജ് ഹൈറ്റ് എടുക്കുമ്പോൾ ഈ ഏരിയ കൂടിയ ഭാഗത്താണെങ്കിലും ഏരിയ കുറഞ്ഞ ഭാഗത്താണെങ്കിലും ഹൈറ്റിൽ ഡിഫറൻസ് വരുന്നില്ല. അപ്പൊ അതിനകത്ത് ഹൊറിസോണ്ടൽ ഫ്ലോ ആണ്. ഹൊറിസോണ്ടൽ ഫ്ലോന്റെ സിറ്റുവേഷനിൽ ബെർണോളിസ് തിയറത്തിൽ എന്ത് പൊട്ടൻഷ്യൽ എനർജി ടേമിനെ നമ്മൾ പരിഗണിക്കണ്ട. കാരണം എന്താ? രണ്ട് ഭാഗത്തെയും പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? ഒരേ ഹൈറ്റ് ആയതുകൊണ്ട് GH1 GH2 GH ആവും. അപ്പോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഉള്ളത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 ഇല്ല, ഇങ്ങോട്ട് കൊണ്ടിരുമ്പോ GH മൈനസ് GH 0 ആയി കിട്ടും. അപ്പൊ നമ്മള് ഹൊറിസോണ്ടൽ ഫ്ലോയിൽ പൊട്ടൻഷ്യൽ എനർജി കൺസിഡർ ചെയ്യുന്നില്ല അല്ലേ? അപ്പൊ നമുക്ക് ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഇവിടെ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന വെലോസിറ്റി V2 കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? ഇവിടുത്തെ വെലോസിറ്റി V1 അറിയാം. ഇവിടെ എൻ്റർ ചെയ്യുന്നത് A1 ഏരിയ കൂടിയാണ്. P1 പ്രഷറിലാണ് ലിക്വിഡ് എൻ്റർ ചെയ്യുന്നത്. ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് റോ ആണ്. അത് ഈ ചെറിയ നാരോ ആയിട്ടുള്ള ഏരിയയിലേക്ക് അല്ലെ A2 എന്ന് പറയുന്ന ഏരിയയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ P2 പ്രഷറാണ് അവിടെ ഉണ്ടാവുന്നത് അല്ലേ? അപ്പൊ എത്ര വെലോസിറ്റി, ഏരിയ കുറഞ്ഞ വെലോസിറ്റി കൂടുമല്ലോ. അപ്പൊ ആ വെലോസിറ്റി V2 എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മളിവിടെ ഒരു യൂട്യൂബ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ലിക്വിഡ് വെച്ചിട്ടുണ്ട് അല്ലേ? റോഡി എന്നാണ് അതിന്റെ ഡെൻസിറ്റി. ഈ ലിക്വിഡിന്റെ ഡെൻസിറ്റി അല്ല, റോഡി എന്ന് പറയുന്നത് ഇതുമായിട്ട് മിക്സ് ചെയ്യാതെ വേറൊരു ലിക്വിഡ് ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട്. അതിനൊരു പ്രഷർ ഡിഫറൻസ് കാണാം. ഇവിടുത്തെ പ്രഷർ P1 ഉം ഇവിടുത്തെ പ്രഷർ P2 ആണ് നമുക്ക് കാണാം അല്ലെ? ആ പ്രഷറിന്റെ ലെവൽ തമ്മിൽ കണ്ടില്ലേ? ഈ രണ്ട് ലിക്വിഡ് കോളത്തിന്റെ ഈ രണ്ട് ഭാഗത്തുള്ള ലെവൽ ഡിഫറൻസ് കണ്ടില്ലേ? H എന്ന് പറയുന്ന ഒരു ഹൈറ്റ് ഡിഫറൻസ് അത് തമ്മിലുണ്ട്. അത് ആ പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഹൈറ്റ് ഡിഫറൻസ്. നമുക്കറിയാം ആ പ്രഷർ ഡിഫറൻസിനെ ഹൈറ്റ് ഡിഫറൻസ് മെഷർ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ? P2 മൈനസ് P1 അല്ലെങ്കിൽ P1 മൈനസ് P2. ഇവിടെ ഏതാ വലുത്? കൂടിയ പ്രഷർ P1 ആണ്, കുറഞ്ഞ പ്രഷർ P2 ആണ്. P1 മൈനസ് P2 ഇസ് ഈക്വൽ ടു H rho G. ഇവിടെ റോ എന്ന് പറയുന്നത് ഈ ലിക്വിഡ് ഡെൻസിറ്റി ആണ്, റോ ഡി എഴുതാം. അപ്പോൾ P1 മൈനസ് P2 ഇസ് ഈക്വൽ ടു H rho D into G. ഇതാണ് പ്രഷർ വേരിയേഷൻ. ഇത് തമ്മിലുള്ളത് കണ്ടുപിടിക്കാം. അപ്പൊ ഏതായാലും നമുക്ക് ഇവിടുത്തെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ നോക്കാം. ഇതിന്റെ ഇടയിൽ വരുന്നൊരു ടേമാണത്, ഞാൻ പറഞ്ഞു തരുള്ളൂ. അപ്പൊ പെട്ടെന്ന് ക്ലിയർ ആയില്ലെങ്കിലും വിചാരിച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരും. അപ്പൊ ഈ ട്യൂബിലൂടെ അങ്ങനെ ലിക്വിഡ് പോയി ഇതിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ എത്ര വെലോസിറ്റിയിലാണ് അത് പോകുന്നത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ ഇത് ഹൊറിസോണ്ടൽ ഫ്ലോ ആണ്. ബെർണോളിസ് തിയറം ഇങ്ങനെ ചുരുങ്ങി. പൊട്ടൻഷ്യൽ എനർജി ടേം ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താ പറയുക? P1 ബൈ റോ ഇവിടുത്തെ പ്രഷർ എനർജി പ്ലസ് ഹാഫ് V1 സ്ക്വയർ ഇവിടുത്തെ കൈനറ്റിക് എനർജി, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് മാസ്, പ്രഷർ എനർജി പെർ യൂണിറ്റ് മാസ്. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇസ് ഈക്വൽ ടു ഇവിടുത്തെ P2 ബൈ റോ പ്രഷർ എനർജി പെർ യൂണിറ്റ് മാസ്
ഇവിടുത്തെ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് മാസ് ഹാഫ് v². ഇതിൽ നമുക്ക് വേണ്ടത് v2 ആണ്. അല്ലെ, അപ്പൊ v2 മാത്രം ഇവിടെ നിർത്തി ബാക്കിയൊക്കെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ P1 മൈനസ് P2 ബൈ റോ, അല്ലെങ്കിൽ P1 റോ മൈനസ് P2 ബൈ റോ പ്ലസ് ഹാഫ് v1² ഉണ്ടാവും. അല്ലെ, നമുക്ക് മറ്റേ സൈഡിൽ കിട്ടുന്ന തലവ്. അപ്പൊ ഹാഫ് v1² മാത്രമായി ഈക്വൽ ടു P1 മൈനസ് P2 ഒന്നിച്ചാക്കിട്ടോ ഡിനോമിനേറ്ററിൽ റോ ബൈ റോ പ്ലസ് ഹാഫ് v1². ഇനി ഇവിടുത്തെ ഈ 2 കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ ഒരു 2 ഉണ്ടാവും, ഇവിടെ ഒരു 2 ഉണ്ടാവും. ഇതിൽ P1 മൈനസ് P2 എന്ന് പറയുന്നത് അതെന്താ അങ്ങനെ ഒരു P1 മൈനസ് P2 ടേം വന്നത്? അപ്പൊ നോക്ക്, ഇവിടെ ഏരിയ കൂടുതലാണ്, ഇവിടെ ഏരിയ കൂടുതലാണ്. അപ്പൊ ലിക്വിഡിന്റെ വെലോസിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. അല്ലെ, അപ്പൊ വെലോസിറ്റി കുറഞ്ഞു പറഞ്ഞാൽ കൈനറ്റിക് എനർജി കുറവാണ്. അപ്പൊ എന്ത് എനർജി കൂടണം? പ്രഷർ എനർജി കൂടണം. അപ്പൊ ഇവിടുത്തെ പ്രഷർ കൂടുതലാണ്, റൈറ്റ്? ഇനി നോക്ക്, ഇതിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ കുറവാണ്, വെലോസിറ്റി കൂടുതലാണ്. വെലോസിറ്റി കൂടിയ കൈനറ്റിക് എനർജി കൂടും, പ്രഷർ എനർജി കുറയും. അപ്പൊ ഇവിടുത്തെ പ്രഷർ കുറവാണ്, ഇവിടുത്തെ പ്രഷർ കൂടുതലാണ്. അപ്പൊ എന്താ സംഭവിക്കുക? ഇതിന്റെ ഉള്ളിൽ ഈ ലിക്വിഡില് അല്ലെ ഒരേ ലെവലിലാണ് ആദ്യം നിന്നിട്ടുണ്ടാവുക. പക്ഷെ ഇവിടെ പ്രഷർ കൂടുതൽ ആയതുകൊണ്ട് ഇവിടെ താഴേക്ക് ഒരു തള്ളല് കിട്ടും. ഇവിടെ പ്രഷർ കുറവായതുകൊണ്ട് ഇതിന് മേലേക്ക് ഒരു ലിഫ്റ്റ് ഉണ്ടാവും. അല്ലെ, അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഒരു ഹൈ പ്രഷറാണ് ഇവിടെ ഫീൽ ചെയ്യുക, ഇവിടുത്തത് ലോ പ്രഷറാണ്. അതുകൊണ്ടാണ് ഇവിടെ താഴേക്ക് പോയത്. ഇത് ശരിക്കും ആദ്യം രണ്ടും ഒരേ ലെവലിൽ നിന്നിരുന്ന സാധനമാണ്. പക്ഷെ ഇതിലൂടെ ലിക്വിഡ് ഫ്ലോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവിടെ പ്രഷർ ഹൈ ആയതുകൊണ്ട് ആ തള്ളൽ താഴേക്ക് കിട്ടി, ഇത് താഴ്ന്നു പോയി. ഇവിടെ വെലോസിറ്റി കൂടുതലാകുമ്പോൾ കൈനറ്റിക് എനർജി കൂടുതലാകുമ്പോൾ പ്രഷർ കുറവായതുകൊണ്ട് ഇതിങ്ങളുടെ മേലേക്ക് ലിഫ്റ്റഡ് ആയി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇവിടെയുള്ള പ്രഷർ ഡിഫറൻസ് P1 മൈനസ് P2 ഇത് ഉപയോഗിച്ച് ഈ ഹൈറ്റ് ഉപയോഗിച്ച് അളക്കാൻ പറ്റും. അതാണ് H rho d into G, ഗേജ് പ്രഷർ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ടേമിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ 2 കൊണ്ട് ഇതിനെ ഞാൻ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ 2 വന്നു. P1 മൈനസ് P2 പകരം H rho d into G കൊടുത്തു, ഡിവൈഡഡ് ബൈ റോ 2 പ്ലസ് ഹാഫ് v1² 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് മുകളിലത്തെ 2 താഴത്തെ 2 ക്യാൻസൽ ആയി പോയി. ഓക്കെ, ക്ലിയർ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം A1 V1 is equal to A2 V2, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അത് പ്രകാരം V1 എന്നുള്ള ഈ ടേമിന് പകരം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V1 is equal to ഇങ്ങോട്ട് പോവാം, A2 V2 by A1 കിട്ടും. A2 V2 by A1 കിട്ടും. അല്ലെ, അപ്പൊ V1ന്റെ സ്ക്വയറിന് പകരം A2 by A1² into V2² എഴുതിക്കൂടെ? ഇതാ ഇവിടെ V1² V1നെ നമ്മൾ കണ്ടുപിടിച്ചു. എന്താ? A1 V1 is equal to A2 V2 ല് ഈ A1നെ അങ്ങോട്ട് കൊണ്ടുപോയി V1 is equal to A2 V2 by A1. അപ്പൊ നമുക്ക് അതിന്റെ സ്ക്വയർ V1² എന്ന് പറയുന്നതിന് പകരം ഇതിന്റെ സ്ക്വയർ എഴുതിയാൽ മതി. അല്ലെ, അപ്പൊ നമ്മുടെ ഈക്വേഷൻ എന്താ വരിക? V2² is equal to ഇത് ഞങ്ങൾ കൊണ്ടുവന്നു. അല്ലെ, ഈ ടേമിനെ ഞങ്ങൾക്ക് കൊണ്ടുവരാം, ഇതിന്റെ സ്ക്വയർ ടേമിനെ ഞങ്ങൾക്ക് കൊണ്ടുവരാം. ഇവിടെ നിന്ന് ഇതിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ അത് മൈനസ് ആവും. V2² മൈനസ് V1² എന്നാണ് വേണ്ടത്. അത് വീട്ടു എഴുതണോ? വേണ്ട, നമുക്ക് നേരം കളയാനില്ല. അപ്പൊ അതിന് പകരം ഞാൻ എന്ത് ചെയ്തു? ഇതിന്റെ സ്ക്വയർ എഴുതി. ഇതാ A2 by A1 ന്റെ സ്ക്വയർ ഇൻറ്റു V2 ഇതിന്റെ സ്ക്വയർ. റെഡി അല്ലേ? അപ്പൊ ഇതിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇതാണ് ടേം. ഇത് V1² A2 by A1² ഇൻറ്റു V2². അല്ലെ, അപ്പൊ ഇതിൽ രണ്ടിലും V2² ഉണ്ട് കേട്ടോ. ഇസ് ഈക്വൽ ടു ഇവിടെ ബാക്കി എന്താണുള്ളത്? 2H ഇൻറ്റു റോ d ബൈ റോ ഇൻറ്റു G. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ രണ്ടിലും കോമൺ ആയ V2² പുറത്തേക്ക് എടുത്താൽ ഇവിടെ ബാക്കി എന്താ ഉണ്ടാവുക? ഇവിടെ ബാക്കി 1 ഉണ്ടാവുക. ഇവിടെ A2 by A1 ഹോൾ സ്ക്വയർ ഉണ്ടാവും. അല്ലെ, A2 by A1 ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ A2² by A1² സെപ്പറേറ്റ് ചെയ്ത് വേണമെങ്കിൽ എഴുതാം. ഇസ് ഈക്വൽ ടു 2H ഇൻറ്റു റോ d ബൈ റോ ഇൻറ്റു G. അപ്പൊ V2 കാണാൻ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ റൂട്ട് എടുത്താൽ പോരെ? അല്ലെ, അപ്പോ ഈ ടേം ഇതാ ഇവിടേക്ക് എത്തി. ഒരു ഡിനോമിനേറ്ററിലല്ലേ വേണ്ടേ? പക്ഷെ ഞാൻ ന്യൂമറേറ്റർ തന്നെയാണല്ലോ എഴുതിയത്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ ഒരു -1 ഉണ്ട്. ഡിനോമിനേറ്ററിലുള്ളതിനെ ന്യൂമറേറ്ററിലേക്ക് ആക്കി എഴുതുമ്പോൾ ഒരു റേസ് ടു -1 കൊടുത്താൽ പോരെ? അപ്പൊ നമ്മൾ എഴുതിയതിൽ തെറ്റുണ്ടോ? ഒരു തെറ്റില്ല, കറക്റ്റ് ആണ്. എന്താണ്? V2 is equal to root of 2H into rho d by rho into G. ഇനി ഇത് ഇതിന്റെ ഡിനോമിനേറ്ററിൽ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ ഇതിന്റെ ഡിനോമിനേറ്ററിൽ ഉണ്ടാവും. അതിനെ മുകളിൽ എഴുതി എന്താ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതാ. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇത് എന്താ പറയാ, റേസ് ടു -1 എഴുതിയാൽ മതി. അതൊന്നും കൂടെ എന്ത് ചെയ്തു? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. A1² മൈനസ് A2² ബൈ A1² എഴുതി. റേസ് ടു -1 അല്ലേ? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ A1² മൈനസ് A2² മൊത്തം ഡിവൈഡഡ് ബൈ A1² കിട്ടും. റേസ് ടു -1 അല്ലേ? ഇതിങ്ങനെ എഴുതിക്കോളും നിർബന്ധമില്ല കേട്ടോ. എങ്ങനെ എഴുതിയാലും മതി.
V2 is equal to root of 2h into rho d by rho into g into 1 minus a2 square by a1 square all raised to -1 കേട്ടാ. ഇതേ സാധനം തന്നെയാണ്, യാതൊരു ചേഞ്ചുമില്ല അല്ലെ. ഇതാണ് എന്താണ് ഈ ട്യൂബിലൂടെ പോകുന്ന വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ അല്ലെ. ബെർണോളിസ് തിയറത്തിന്റെ രണ്ടാമത്തെ അപ്ലിക്കേഷൻ ആണ് വെഞ്ചുറി മീറ്റർ. അതിൽ ലിക്വിഡ് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന ഫ്ലോ വെലോസിറ്റി നമ്മൾ ഫ്ലോ റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, ഫ്ലോ വെലോസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ക്ലിയർ അല്ലേ?